ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. കൂജന്തൻ രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ വിദാശാഖാം വന്ദേ വാൽമീകി കോവിലം ആത്മീയഗിരി സംഭൂതൻ രാമംഭോ നിധി സംഗത വന്ദ്യാമായണീ ഗംഗപ്പനാതു വനത്രയം. എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം. വിവിധ രാമായണങ്ങളെക്കുറിച്ചുള്ള പ്രഭാഷണ പരമ്പരയുടെ 127 ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്ന് ഭാഷാരാമായണ ചമ്പുവിലെ ബാലിവധ പ്രകരണം ആണ് ശ്രദ്ധിക്കാനുള്ളത്. കിഷ്കിന്ധാകാന്ഡം, ബാലകാന്ഡം എന്നുള്ള രീതിയിലുള്ള കാണ്ഡങ്ങളായിട്ടല്ല ചമ്പുകാരൻ ഗ്രന്ഥത്തെ വിഭജിച്ചിട്ടുള്ളത്. അതിൻ്റെ സംഭവങ്ങൾക്കനുസരിച്ചാണ്. സീതാസ്വയംവരം, പരശുരാമ വിജയം, അങ്ങനെയുള്ള ഓരോ ഭാഗങ്ങളായിട്ടാണ്. കാണ്ഡങ്ങളായിട്ടുള്ള വേർതിരിവിനല്ല പ്രാധാന്യം കൊടുത്തത്. അതുകൊണ്ട് ബാലിവധം എന്ന് പറയുന്ന ഒരു ഭാഗം പ്രത്യേകമായിട്ടാണ്. അവിടെ എൻ്റെ തൊട്ടു മുമ്പായിട്ട് സുഗ്രീവായുള്ള സഖ്യമൊക്കെ വർണ്ണിച്ചു. അവർ പമ്പാതളം കണ്ടതും പമ്പാതളത്തിലൂടെ നടക്കുന്നതും അങ്ങനെ ഈ ആയുധധാരികളായി ജലിക്കുന്ന തേജസ്സോടുകൂടി ഈ രാമലക്ഷ്മണന്മാരെ കണ്ടപ്പോൾ നിശ്ചമോപചാരത്തിരിക്കുന്ന സുഗ്രീവൻ ഭയപ്പെടുന്നതും എന്നിട്ട് ഹനുമാനോട് പോയിട്ട് അന്വേഷിച്ച് വരാൻ പറയുന്നതൊക്കെ ആദ്യ ഭാഗത്തുണ്ട്. അതൊക്കെ സുഗ്രീവ സഖ്യം എന്ന് പറയുന്ന ചെറിയൊരു ഭാഗത്തുള്ളതാണ്. അതൊക്കെ കണ്ടപ്പോൾ പൊക്ക് വസിക്കും വാനരകുലപതി സുഗ്രീവൻ കണ്ട അഗ്രജവസസ. ഈ ഭാര്യയെ പേടിച്ചിട്ട് പർവ്വത പ്രദേശത്ത് കഴിയുന്ന അദ്ദേഹം ഇവരെ കണ്ടപ്പോൾ ഭയന്നിട്ട് ഏതോ ഗാഥന മാനവന്വയമണീപംപാവനന്ദൻ രുചാതന്വാനോ സുരകാനന പ്രതിഭടം ഹസ്തായുധോ കയ്യിലായുധങ്ങളൊക്കെ പിടിച്ചുകൊണ്ട് ഈ രണ്ട് തേജസ്സുള്ളവരാരാണ് എന്നിങ്ങനെ പരിഭ്രമിച്ചു. ഹനുമാനോട് അന്വേഷിക്കാൻ പറഞ്ഞു. അതൊക്കെ വാൽമീകി രാമായണത്തിൽ മറ്റെല്ലാ രാമായണങ്ങളുള്ളത് തന്നെയാണ്. വർണ്ണനാപ്രധാനമായി കുറേ വാക്കുകൾ അധികം പ്രയോഗിക്കുന്നുണ്ടെന്നേ ഉള്ളൂ. അതിപ്പോൾ ഹനുമാൻ സഹസാ താവ അപശ്യമാന അവരെ കണ്ടപ്പോൾ താഴേക്ക് ഇറങ്ങി വന്നു. ഇത്തരം ആളുകളോട് സംസാരിക്കാൻ ഏറ്റവും നല്ലത് ബ്രാഹ്മണ വേഷത്തിലാണെന്ന് കണ്ടിട്ട് വടുവേഷത്തിൽ അവരൊക്കെ ചെന്നു. ഇത്തം ഭക്തി അവരോട് ചോദിച്ചു, നിങ്ങൾ ആരാണ്? ഇവിടെ അടുത്ത് ഈ പർവ്വതത്തിൻ്റെ മേലെ കിഷ്കിന്ധ യുവരാജാവായിരിക്കുന്ന സുഗ്രീവൻ താമസമുണ്ട്. കിഷ്കിന്ധ യുവരാജയേഷ സവിതേ രാജ്യസമുത്സാരിത. ആ സുഗ്രീവനെ ബാലി കിഷ്കിന്ധയിൽ നിന്ന് ഓടിച്ചതാണ് എന്നൊക്കെ അവരോട് കാര്യമൊക്കെ പറഞ്ഞു. ഇങ്ങനെ ഹനുമാന്റെ വാക്ക് കേട്ടപ്പോൾ ഇത്തം ഭക്ത്യാ ഹനുമത്യഥ പതതി ധനൂത്വമർന്ന് അദ്ഭുത ശ്രീ വ്യക്തിയിടും സദ്ഗുണാനാം. ഗുണങ്ങളോടുകൂടിയവനും നല്ല വാക്ക് പറയുന്നവനായ ഇദ്ദേഹത്തെ ഈ ഹനുമാന്റെ വാക്കൊക്കെ കേട്ട് മിത്രസ്നേഹം ച സുഗ്രീവനിൽ ഇഹ പറവാനാവതോ ദൈവയോഗം. രാമൻ പറഞ്ഞു, നിന്റെ വാക്ക് കേട്ട് എനിക്ക് തന്നെ ഈ സുഗ്രീവന് സ്നേഹം തോന്നുന്നുണ്ട്, അതുകൊണ്ട് അവരുമായിട്ട് സഖ്യം ചെയ്യാമെന്ന് പറഞ്ഞു. ഹനുമാൻ ഈ രാമലക്ഷ്മണന്മാരെ തൻ്റെ ചുമലിലേറ്റി മേലെ കൊണ്ടുപോയി അവിടെ ചെന്നിട്ട് അവരായി പ്രതിജ്ഞ ചെയ്തു. ആ ഭാഗമൊന്നും വലുതായിട്ട് വിസ്തരിച്ചിട്ടില്ല. ആ സഖ്യം ചെയ്യുന്ന സമയത്ത് സുഗ്രീവൻ പറയുന്ന വാക്കിതാണ്, രസാതലേവാ സാ ദേവി വസന്തീവാ നഭസ്ഥലേ അഹമാനീയദാസ്യാമി സത്യമേതരിന്തമ. ആ ദേവി സീതാദേവി പാതാളത്തിലോ സ്വർഗത്തിലോ എവിടെയാണെങ്കിലും ഞാൻ അന്വേഷിച്ച് എനിക്ക് തരുന്നുണ്ട് എന്ന് സുഗ്രീവൻ സഖ്യം ചെയ്തു. രാമനാകട്ടെ സുഗ്രീവനെ സഹായിക്കാമെന്നും ബാലിയെ വധിക്കാമെന്നും സഖ്യം ചെയ്തു. ഇത്രയും ഭാഗമാണ് സുഗ്രീവ സഖ്യം എന്നുള്ള ഭാഗത്തുള്ളത്. അതിനുശേഷമുള്ള ഭാഗമാണ് ബാലിവധ പ്രകരണം. ഇങ്ങനെ ഈ സഖ്യമൊക്കെ ചെയ്തതിന് ശേഷം പഴയ കഥകളൊക്കെ സുഗ്രീവൻ രാമനെ കേൾപ്പിച്ചു. എന്തുകൊണ്ടാണ് എനിക്ക് ജ്യേഷ്ഠനായിട്ട് വൈരുണ്ടാവേണ്ടി വന്നത്, ആ ജ്യേഷ്ഠൻ തന്നോട് ക്രോധത്തിന് കാരണം എന്താണ് എന്നൊക്കെയുള്ള കഥകളൊക്കെ പറഞ്ഞു. ദുന്ദുഭി എന്ന് പറയുന്ന
ഒരു അസുരനെ വധിച്ചിട്ട് അയാളുടെ എല്ലും കൂടം എടുത്തെറിഞ്ഞത് കാണിച്ചു കൊടുത്തു. അങ്ങനെ ആ ദുന്ദുഭിയുടെ എല്ലും കൂടം എടുത്തെറിഞ്ഞ സമയത്ത്, അഥവാ മൃതശരീരം എടുത്തെറിഞ്ഞ സമയത്ത് മതങ്കാശ്രമത്തിൽ രക്തത്തുള്ളികളൊക്കെ പതിച്ചതുകൊണ്ടാണ് ജ്യേഷ്ഠന് ശാപം ഉണ്ടായത്. അതുകൊണ്ട് അദ്ദേഹം ഈ ദൃശ്യമുഖാതലത്തിലേക്ക് വരില്ല. അതുകൊണ്ടാണ് താനിവിടെ കഴിയുന്നതെന്നൊക്കെ അത് പറഞ്ഞു. ലക്ഷ്മീ സങ്കേതമേ കേളിതു ധനിജപതേ ദുന്ദുഭേരഗ്രജേനാപ്രക്ഷിത്തങ്കാത്രമേവൽ. അല്ല, വലിയതായ അസ്ഥികൂടം കാണിച്ചു കൊടുത്തിട്ട് ഇത് എൻ്റെ ജ്യേഷ്ഠൻ അയാളെ കൊന്നിട്ട് എറിഞ്ഞതാണ്, ഇത് എടുത്തെറിയാൻ സാധിക്കുമെങ്കിൽ അങ്ങക്ക് ബാലിയെ വധിക്കാൻ ശക്തിയും സാമർഥ്യമൊക്കെ ഉണ്ട്, താൻ വിശ്വസിച്ചോളാമെന്ന് പറഞ്ഞു. അദ്ദേഹം ഒരു വിഷമമില്ലാതെ രാമൻ അത് എടുത്തെറിഞ്ഞു. പിന്നെ സപ്തസാലങ്ങൾ കാണിച്ചു കൊടുത്തു. ഇതിനൊന്നും കാര്യമായൊരു വ്യത്യാസവും ഉണ്ടായില്ല. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ആ സപ്തസാരങ്ങൾ ഇത് കുറിച്ചൊന്നുമില്ലപ്പോൾ ആ സുഗ്രീവന് വിശ്വാസം ഉണ്ടായി. സുഗ്രീവൻ പറഞ്ഞു, വിശ്വാസം വന്നുകൂടി മമഹൃതി രഘുനാഥ തവപ്രാഭവങ്കൽ വിശ്വാസിക്യം കലർന്നോരമരവരസുതന് അന്ധകാരീശരോയം. സുഗ്രീവൻ പറയാൻ, അങ്ങയുടെ ഈ ആയുധം, അങ്ങയുടെ ഈ അസ്ത്രം സുരവരൻ്റെ മകന്, സുരവരൻ്റെ ഇന്ദ്രനാണ്, ഇന്ദ്രൻ്റെ മകനാണല്ലോ വാലിയ, ഇന്ദ്രനെ മകനായ വാലിയെ വധിക്കാൻ ഇത് പ്രാപ്തമാണെന്ന് എനിക്ക് വിശ്വാസമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ സുഗ്രീവന് തന്നിൽ വിശ്വാസമുണ്ടെന്ന് കണ്ടപ്പോൾ രാമൻ സുഗ്രീവനോട് വാലി യുദ്ധത്തിനായിട്ട് വിളിക്കാൻ പറഞ്ഞു. സുഗ്രീവാചര നിന്നഗ്രജമുഴകിൽ വിളിച്ചിടു യുദ്ധായ തൂർണം. വേഗം പോയിട്ട് യുദ്ധത്തിന് വിളിക്കുമോ, ഇനി കാലം കളയണ്ടെന്ന് പറഞ്ഞു. ഞാനാകട്ടെ എന്ത് ചെയ്യാം, മറഞ്ഞിട്ടിക തരുനികരെ ഞാനുള്ളൊൻ ചാപധാരി. ഞാൻ വില്ലെടുത്തവനായിട്ട് ഈ മരത്തിൻ്റെ ഇടയിൽ മറന്നു നിൽക്കാം, ആവശ്യം വരുമ്പോൾ ക്ഷണിക്കുന്ന സമയത്ത് ആ ബാലി അമ്പ ഇത് കൊന്നുകൊള്ളാമെന്ന് പറഞ്ഞു. ബാലി യുദ്ധത്തിന് അവിടെ പോയി വിളിച്ചു. അധികമായിട്ടൊക്കെയാണ് ആ യുദ്ധത്തിനൊക്കെ വർണ്ണിച്ചുള്ളത്. അവിടെ ചെന്നിട്ട് തസ്മിൻ കാലേ ലീലാശാലി മേലേ മേലേ ലോലതുകൂലം ജാല വിരിച്ചപ്പൊന്മയമാകിന പരിയങ്കോപരിമേളന്താവിലമേലപ്പിൻ കീഴിൽ. ഈ സുഗ്രീവൻ യുദ്ധത്തിന് വിളിക്കാൻ വയസ്സത്തുള്ള ബാലിനെ നില പറയാണ്. ബാലി വളരെ സുഖഭോഗങ്ങളോടുകൂടി സ്ത്രീകളോടുകൂടി രമിച്ച് രസമായിട്ടിരിക്കുകയായിരുന്നു ഒക്കെയാണ്. അങ്ങനെയുള്ള ബാലിയാണ് യുദ്ധത്തിൽ വിളിച്ചത്. താനും കൂടെ ചേർന്ന് കളിച്ചും താരാവതനം വീക്ഷം വീക്ഷം പേയവിശേഷൻ പായം പായം ഖാദ്യവിശേഷൻ ഖാദം ഖാദം ചാരുചിരിച്ചും ചെറുത് പുളച്ചും കിമപി ഭരിച്ചും കോമളവാനരനാരിക തേടിന പാട്ടും കൊട്ടും. ഇതൊക്കെയായിട്ട് ബാലിയുടെ കൊട്ടാരത്തിലെ ആ സുഖവിശേഷങ്ങളൊക്കെ വർണ്ണിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ഇരിക്കുകയായിരുന്നു ബാലീനാണ്. അങ്ങനെയുള്ള ബാലീനെയാണ് യുദ്ധത്തിന് വിളിച്ചത്. ബാലിയാകട്ടെ ഈ യുദ്ധത്തിനുള്ള ആഹ്വാനം കേട്ടപ്പോൾ സ്വതേന വീരനും ഏകദേശം ആരെയും ഭയമില്ലാത്ത ആളാണ് ബാലി. യുദ്ധം ചെയ്യാന്ന് പറഞ്ഞാൽ ആപ്പാട് സന്തോഷമുള്ള കാര്യമാണ്. യുദ്ധം എന്ന് പറയുന്നത് ഈ വീരന്മാർക്ക് ഉത്സവം പോലെയാണ്. അതുകൊണ്ട് കേമാടിച്ചിരുന്നു സുഗ്രീവഗ്രനാഥം വിളവിനോട് സമാകർണ്യ. അത് കേട്ടിട്ട് ദന്താവളേന്ദ്ര പ്രക്ഷോഭം കെട്ടു കർണേ പരമിളകിന പഞ്ചാസ്യനങ്ങെന്ന പോലെ. സിംഹവിക്രമനായ വാലി യുദ്ധത്തിന് നിന്നു. പിന്നെ യുദ്ധത്തിന് കുറച്ചു നേരം വർണ്ണിക്കാൻ തഥ നിർവിശേഷമാലോക്യ പ്രമാണാകൃതിക്രമീ തഥ സുഹൃദ്വധാഭയാന്ന ശിലീമുഖം. യുദ്ധം ചെയ്തു അവർ കുറച്ചു നേരം. പക്ഷെ രാമനാകട്ടെ ആയുധം പ്രയോഗിച്ചില്ല. എന്താ പ്രയോഗിക്കാഞ്ഞത്? സുഹൃദ്വധ ഭയാത്. സുഹൃത്തായിരിക്കുന്ന സുഗ്രീവന് ചെന്ന് കൊള്ളുമോ? ആ സുഗ്രീവന് വ്യക്തമായിട്ട് വേർതിരിച്ചറിയാൻ കഴിയാത്തതുകൊണ്ട് ചെയ്തില്ല എന്ന്. എല്ലാ രാമായണങ്ങളിലുള്ളതിനെ വ്യത്യാസമില്ലാതെ ഇദ്ദേഹം സ്വീകരിക്കുകയായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും സുഗ്രീവന് പരിഭവമൊക്കെ ഉണ്ടായി. സുഗ്രീവൻ തിരിച്ചു വന്നിട്ട് രാമനോട് പറഞ്ഞു, എന്നെ ഇങ്ങനെ ചതിക്കേണ്ടിയിരുന്നില്ല, എന്തിനാണ് എന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നതെന്ന് ചോദിച്ചു. ഹൃദയവേ ശല്യമാദത്തെ പ്രതിശ്രുത വിപര്യയാ. അങ്ങ് വാഗ്ദാനം ചെയ്തതിന് വിപരീതമായിട്ടാണല്ലോ ഇപ്പോൾ ചെയ്തത്. ഭാര്യയെ കൊന്നു തരാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഭാര്യ യുദ്ധത്തിന് വിളിച്ചത്. അങ്ങനെ ഞാൻ വഞ്ചിക്കാണ് ചെയ്തതെന്നൊക്കെ പരാതി പറഞ്ഞു. രാമൻ പറഞ്ഞു, നീ തെറ്റിദ്ധരിക്കരുത്. യുദ്ധേ യുവാം മയാ ദൃഷ്ടവും സദൃശ ആഭരണാംബരവും. ഒരേപോലത്തെ ശരീരത്തോടു കൂടിയവരും ഒരേപോലെ വസ്ത്രവും അലങ്കാരമൊക്കെ ഉള്ളവരായ നിങ്ങൾ രണ്ടുപേരിലെ നിന്നെ തിരിച്ചറിയാൻ സാധിക്കാത്തതുകൊണ്ടാണ് ഞാൻ ചെയ്യാതിരുന്നത് എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് ഇനി ഗജപുഷ്പമാല ഇടിക്കാൻ സുഗ്രീവന് ചാർത്താൻ ലക്ഷ്മണനോട് അങ്ങനെ ഗജപുഷ്പമാല ചാർത്തിയതിന് ശേഷം അതിന് വീണ്ടും യുദ്ധം ചെയ്യണം.
ഇതിലൊന്നും ഒരു വ്യത്യാസം വരുത്തിയില്ല. വർണ്ണനകൾ കുറച്ച് പെരുപ്പിച്ചിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ രണ്ടാമതും സുഗ്രീവൻ കിഷ്കിന്ധയിൽ കൊട്ടാരത്തിലൊക്കെ ചെന്നിട്ട് ബാലിയെ വെല്ലുവിളിച്ചു. ആ സമയത്ത് ആ താര പരിഭ്രമിച്ച് താര പറഞ്ഞു, ഇത് എന്തോ ഒരു ചതിയാണ്, അല്ലെങ്കിൽ നേരത്തെ ഭീരുവായിട്ട് ഓടിപ്പോയ ഒരാൾ ഇത്ര വേഗത്തിൽ തിരിച്ചു വരാൻ ഇടയില്ല. അതുകൊണ്ട് ഇതിലെന്തോ അപകടമുണ്ട്, ഇയാൾക്കാരോ സഹായമുണ്ട്. ഞാനാകട്ടെ നമ്മളുടെ മകനായ അംഗദൻ കാട്ടിൽ പോയപ്പോൾ ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട് ശ്രീരാമകൃഷ്ണന്മാർ കാട്ടിൽ വന്നിട്ടുണ്ടെന്നും അവരും സുഗ്രീവനും തമ്മിൽ സഖ്യം ഉണ്ടായിട്ടുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങ് പുറപ്പെടരുത് എന്ന് തടഞ്ഞു. അതൊക്കെ ആ വലിയ ശ്ലോകങ്ങളിലാണ് ചമ്പുവാനം വർണ്ണിക്കുന്നത്. അന്നേരം പോരിനായിക്കൊണ്ടഴകിനോട് പുറപ്പെട്ടതൻ കാന്തമേറ്റം ഖിന്നാവാചമ്പ ഭാഷയെ കനിവിനോടു തടുത്തം സുഖേഹന്ത താര പുണ്യാത്മൻ പേർത്തുമെന്തെന്തുദിതം ഉദിതരുചി തുടങ്ങുന്നതോർത്തിയിടിതിപ്പോൾ മുന്നേ വണ്ണൻ ജയിപ്പൻ പണി നിതരം വീരകാര്യം വിചാരിച്ച. അത് പണ്ട് ജയിച്ച പോലെ ഇപ്പോൾ ജയിക്കാൻ സാധിക്കണമെന്നില്ല, കാര്യമൊക്കെ മനസ്സിലാക്കുമെന്നോട്ട് ഇതൊക്കെ പറഞ്ഞു. അതുകൊണ്ട് ഏതോ ഒരു സഹായി അദ്ദേഹത്തിനുണ്ട്, അത് രാമനായിരിക്കണം എന്ന് ഊഹിക്കുകയും ചെയ്തു. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ഭീരുവിനെ പോലെ തൻ്റെ ഭാര്യ കണ്ണീർ വാർത്തുകൊണ്ട് പറഞ്ഞപ്പോൾ ഭയമൊന്നുമില്ലാത്തവനായ ബാലി ഇങ്ങനെ പറഞ്ഞു എന്നാണ്. കനിവിനോട് ബാലി എന്നൊക്കെ പറഞ്ഞു. ഭാര്യയോടായതുകൊണ്ട് പറഞ്ഞു സ്മിത്വാഭാഷേ വചനം, ചിരിച്ചുകൊണ്ടാണ്. കാരണം നീ ഇങ്ങനെ ഭയപ്പെടുന്നുണ്ടല്ലോ, ഞാൻ യുദ്ധത്തെ ഭയപ്പെടുന്നില്ല എന്നറിയില്ലേ. താരേ താരാധിനാഥ പ്രതിനിധി വദനെ പേർത്തുമെന്തെന്തിദാനിം. സുന്ദരിയായ താര, നീ എന്താണ് ഇങ്ങനെ പരിഭ്രമിക്കുന്നത്? ഞാൻ ഈ യുദ്ധത്തിന് വിളിച്ച ആളുടെ മുമ്പിൽ തോറ്റോടാനോ അങ്ങനെ ചെയ്യില്ല. നീ കേട്ടിട്ടില്ല എൻ്റെ ബാഹുവീര്യമൊക്കെ എന്നാണ്. അറിവീലയോ ബാഹുവീര്യം ഏകം കെട്ടാലുമെങ്കിൽ. അതിൻ്റെ തൻ്റെ പഴയ കേമത്തൊക്കെ ഭാര്യയെ പറഞ്ഞ് കേൾപ്പിക്കുകയാണ്. അതുകൊണ്ട് പാലാരി വന്ന സമയത്ത് ദേവന്മാരും അസുരന്മാരൊക്കെ തന്നപ്പോൾ താൻ ഒറ്റയ്ക്കാണ് ഒരു കൈ കൊണ്ട് ഈ പാമ്പിൻ്റെ ഒരു ഭാഗവും മറ്റേ കൈ കൊണ്ട് മറ്റേ ഭാഗവും പിടിച്ചിട്ട് ആ മന്ത്രപുറത്തെ കറക്കിയിട്ടുണ്ട് ഞാൻ. ഏത് സമയത്താണ്? അമൃതമഥനാലയഭിരേ വാരിരാശേ. അമൃതമഥന സമയത്താണ്. അങ്ങനെയുള്ള ആളെ നീ എന്തിനു പേടിക്കണം? അതുകൊണ്ട് നീ പരിഭ്രമിക്കണ്ട. ഇന്ദ്രനങ്ങായിരം കണ്ണിലും അതനു കലർന്നു തഥാ ബാഷ്പലേശം. അന്ന് ഞാൻ ദേവന്മാരെയൊക്കെ സഹായിക്കാൻ വേണ്ടി ഇങ്ങനെ ഗംഭീരമായിട്ട് പാലാരിമോദനം ചെയ്തപ്പോൾ ഇന്ദ്രന് സന്തോഷം കൊണ്ട് കണ്ണീരുണ്ടായി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം അങ്ങനത്തെ ആളാണ്. ഇതൊക്കെ പറഞ്ഞെങ്കിലും കിം താരേ ഖിദ്യസേ, നീ എന്തിനാ അവനെ പേടിക്കുന്നത് ഒക്കെയാണ്. മമപരം എതിരാരുള്ളൂ ഇത്ര ലോക്യം. ഈ 3 ലോകത്തും എനിക്ക് ശത്രുവായിട്ട് ആരാ ഉള്ളത്? നീ ഭയപ്പെടാൻ സമാധാനിപ്പിച്ചെങ്കിലും താരയ്ക്ക് സമാധാനമൊന്നും ആയില്ല. പക്ഷേ ഭാര്യയുടെ വാക്ക് കേട്ട് മടങ്ങാത്ത ബാലി യുദ്ധത്തിൽ ചെന്നു. പിന്നെ അവർ തമ്മിലുള്ള യുദ്ധത്തെ ധാരാളം ശ്ലോകങ്ങളിൽ വർണ്ണിക്കുന്നുണ്ട്. അഗ്രേ വൃതാ നിന്നു കരഞ്ഞു താതാ വ്യഗ്രാവിഷാദേ മുഴുകൈകധാരേ എന്നൊക്കെയാണ്. നീ വെറുതെ കരയുണ്ടാന്നൊക്കെ പറഞ്ഞിട്ടാണ് ബാലി പോയത്. അവിടെ ചെന്നിട്ട് കേമായിട്ട് യുദ്ധം ആരംഭിച്ചു. രാമനാകട്ടെ വൃക്ഷങ്ങളുടെ ഇടയിൽ മറഞ്ഞു നിന്നിട്ട് യുദ്ധം നോക്കി കണ്ടു. അവിടെ യുദ്ധമൊക്കെ യുദ്ധത്തിന് കിളിപ്പാട്ടിലും കേമായിട്ട് വർണ്ണിക്കുന്നുണ്ടല്ലോ. അതേപോലെ ആ 2 വാനരന്മാർ തമ്മിലുള്ള യുദ്ധം കേമായിട്ട് വർണ്ണിച്ചിട്ടുണ്ട്. പെട്ടെന്നേകം മുഷ്ടികൾ കൊണ്ടേ ശുശ്രൂഷിച്ചീട അശ്രന്തമ്മാം കൈത്തലവോങ്ങി കവിളങ്ങപ്പോൾ സ്വസ്തികളെല്ലാം മുഴകിലിടോ. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും വെല്ലുവിളി. അതിനുശേഷം അവരെന്താ ചെയ്യുന്നത്? തല കൊണ്ടുടനെ തലയിൽ പാഞ്ഞും ജാനുകൾ കൊണ്ടേ ജാനുനി പാഞ്ഞും നഖതതി കൊണ്ടേ വപുഷി പൊള്ളിച്ചും വാവായെന്ന് വിളിച്ചും അടിച്ചും പല്ലുകടിച്ചും വിവരം കണ്ടും പകരം വീണ്ടും പവരി തിരിഞ്ഞും ചെറുതുനിഞ്ഞും വടിവിടുകാണും മുഹുരവി വീണും ജപം എഴുന്നേറ്റും. ഇങ്ങനെ ഗംഭീരമായിട്ട് ആ വാനന്മാരുടെ യുദ്ധ പരാക്രമമൊക്കെ വർണ്ണിക്കുന്നുണ്ട്. ഇങ്ങനെ യുദ്ധം ഇങ്ങനെ മുറുകിക്കൊണ്ടിരിക്കെ സ്വാഭാവികമായിട്ട് സുഗ്രീവനാണ് ക്ഷീണമുള്ളതെന്ന് മനസ്സിലായി. ക്ഷീണത പോന്ന് പിണഞ്ഞു വളർന്ന് അതിദയനീയമായിട്ട് ഇടയ്ക്കിടയ്ക്ക് ആ സുഗ്രീവൻ പിന്തിരിഞ്ഞ് നോക്കി. രാമൻ അവിടെ തന്നെ ഇല്ലേ, തന്നെ സഹായിക്കില്ല എന്ന് നോക്കി. ആ നോട്ടമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ രാമൻ ശരം പ്രയോഗിച്ചു കഴിഞ്ഞപ്പോൾ ആ ബാലി വീണു. എന്നിട്ട് ഈ വണ്ണം ഹനുമാൻ പറഞ്ഞതുകൂടി ഈ ചമ്പുകാരൻ ചേർക്കുന്നുണ്ട്. വാൽമീകിയിലോ അധ്യാപമാനത്തിലോ ഒന്നുമില്ല. അതായത് ഇതാ ഈ സുഗ്രീവൻ ക്ഷീണിച്ചിരിക്കുന്നു,
അങ്ങ് ആയുധം പ്രയോഗിക്കുമെന്ന് ഹനുമാൻ പ്രത്യേകമായിട്ട് ശ്രീരാമനെ പ്രേരിപ്പിക്കുകയും ചെയ്തു പറയുന്നുണ്ട്. അപ്പോഴാണ് രാമൻ തദനൊരുഖുത്തമ ബാണം വിരപൊടു വൽമീകാലൊരു ഫണിവരനട കൊടു ചെല്ലും പോലെ ചെന്നത്. ഈ മാളത്തിൽ നിന്ന് പാമ്പ് പുറത്തേക്ക് വരുന്ന പോലെ ആ വില്ലിൽ നിന്ന് അമ്പ് കുതിച്ചു പാഞ്ഞു. അവയേറ്റിട്ട് ബാലി തൽക്കാലം വീണു. തൻ്റെ മാറിടത്ത് തറച്ച ഈ അമ്പ് പറിച്ചെടുക്കാൻ ബാലിക്ക് സാധിച്ചില്ല എന്നൊക്കെ പറയുന്നില്ല. അവിടെ കിടന്നു അദ്ദേഹം ത്രിഭുവനനാഥം താപശരീരഞ്ജിതമാകുയുകളൻ ജഗതങ്കണ്ണുക തേടിയിടുന്നൊരു പുണ്യവിലാസം. അങ്ങനെ കിടന്നു വയ്ക്കുന്നു. നോക്കിയപ്പോൾ ലോകത്തിന് മുഴുവൻ പുണ്യസ്വരൂപമായിരിക്കുന്ന രാമനെ കണ്ടു എന്ന് പറയുകയാണ്. ഭഗവാനെ കണ്ടുദിത വിഷാദം ദീർഘം വീർത്തിട്ടേവം അവാദീത് ഇന്ദ്രതനൂജൻ കവികുലഭൂഷവും. അപ്പോൾ തന്നോടിങ്ങനെ അന്യായം ചെയ്തുവല്ലോ എന്ന് വിചാരിച്ചിട്ട് ആ രാമനോട് കുറേ ന്യായവാദങ്ങളൊക്കെ പറഞ്ഞു. അങ്ങ് ചെയ്തത് നന്നായില്ല. സൂര്യവംശത്തിലെ രാജാക്കന്മാർക്ക് കീർത്തി ഉണ്ടാക്കുന്നവനാണ്. മാർത്താണ്ഡന്വയ പുണ്യമേ ക്ഷിതിഭുജാമുത്തം സമേ. യഥാർത്ഥ അല്ലയോ സൂര്യവംശത്തിലകമായിരിക്കുന്നല്ലയോ രാമ, ഞാൻ നിന്നോട് യാതൊരു തെറ്റും ചെയ്തിട്ടില്ല. നീ എന്തിനാണ് പിന്നെ ഇങ്ങനെ ചെയ്തതെന്ന് ചോദിക്കാൻ. പാത്രം നിന്ദിതകർമ്മം നിന്ദിതകർമ്മണാം അവനിമേൽ എന്നായിതല്ലോ വിഭോ. അങ്ങനെ ഈ ഭൂമിയിൽ എന്നേക്കും ദുഷ്കീർത്തി ഉണ്ടാക്കുകയാണല്ലോ ഇതുകൊണ്ട് ചെയ്തത്. എന്തിനാ ഏതൊന്നിൽ വിധിച്ചു മനരുതു കരുണാവാരിധേ പറയുകയും ചെയ്തു. ഈ രണ്ടാൾ തമ്മിൽ യുദ്ധം ചെയ്യുമ്പോൾ മൂന്നാമതൊരാൾ, അതിന് കക്ഷിയില്ലാത്ത ഒരാൾ ഒളിഞ്ഞ് നമ്പയ്യാന്നുള്ളതിൽ എന്ത് ന്യായമാണുള്ളത്? എവിടെയാണ് ഇതിനെ വിധിച്ചിട്ടുള്ളത് എന്നൊക്കെയാണ് അത് ചോദിച്ചത്. ഇത് നിഷേധിച്ച കർമ്മമാണല്ലോ. നിഷേധിച്ച കർമ്മങ്ങ വൃത്തിജാനേ ചെയ്തില്ല. ഇനി ഞാൻ വലിയൊരു അപരാധം ചെയ്തതായിട്ട് ഞാൻ അറിയുന്നില്ല. ഞാൻ നിഷേധിക്കപ്പെട്ട് എന്ത് കർമ്മമാണ് ചെയ്തിട്ടുള്ളത്? പ്രത്യേകിച്ച് അങ്ങേക്ക് ഞാൻ എന്ത് ദ്രോഹമാണ് ചെയ്തത് എന്ന് ചോദിച്ചു. അതൊക്കെ വാൽമീകി രാമായണത്തിന് അവലംബിച്ച് തന്നെയാണ് ചമ്പുകാരൻ പറയുന്നത്. അതായത് സാധാരണ പുരുഷന്മാർ തമ്മിൽ കലഹത്തിന് കാരണം ഭൂമിക്ക് വേണ്ടിയും സമ്പത്തിന് വേണ്ടിയും സ്ത്രീകൾക്ക് വേണ്ടിയാണ്. അങ്ങനെ ഒരു വിഷയത്തിൽ നമ്മൾ തമ്മിൽ എതിരാളികളല്ല, എന്നാലിങ്ങനെ ചെയ്തുവല്ലോ. അതിനൊക്കെ മറുപടിയായിട്ട് രാമൻ പറയുകയും ചെയ്തു, മൃഗങ്ങളെ ഏത് തരത്തിൽ വേട്ടയാടാവുന്നുള്ള ന്യായമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ പറഞ്ഞു. ബാലി പറഞ്ഞു, യഥാർത്ഥത്തിൽ അങ്ങ് സുഗ്രീവനോട് സഖ്യം ചെയ്തു എന്നുള്ളത് കൊണ്ടാണ് എന്നെ വധിക്കുന്നതെങ്കിൽ ഞാൻ അങ്ങേക്ക് സുഗ്രീവനേക്കാൾ ഉപകാരം ചെയ്യുന്നു. ഞാൻ എൻ്റെ വാലിൽ തന്നെ കെട്ടിയിട്ട് ആ ദശഗ്രീവനെ രാവണനെ കൊണ്ടുവരുമായിരുന്നു. വാർതേടും വാലുകൊണ്ടേ ദശമുഖനമുതാ കെട്ടി മേന്മയിഴച്ചിട്ട പാദാബ്ജയെ കൊണ്ടുവന്നിട്ട് അഴകിനുടയി തന്നേനും അൻപോടസോ ഞാൻ. അത്രയൊക്കെ വീതിയുള്ളവനാണ് ഞാൻ. അങ്ങനത്തെ എന്നോട് സഖ്യം ചെയ്യാതെ, അഥവാ എൻ്റെ പല ഒന്നും അറിയാതെ സുഗ്രീവനായി സഖ്യം ചെയ്തുള്ള പേരിൽ കൊന്ന വലിയ കഷ്ടമായി പോയി. ഞാൻ മുന്നേ സുഗ്രീവനോടുണ്ടൈതവനിതരം സഖ്യമെന്നല്ലി ഞാനും പുണ്യാബ്ധേ കേൾഭവാനും അങ്ങവന് ഇരുവരും ബാന്ധവേ തുല്യരല്ലോ. അങ്ങനെ സമയത്തെത്താണെങ്കിൽ ഞാൻ സുഗ്രീവനൊക്കെ തുല്യനാണ്. ഒരാളോട് പ്രത്യേകിച്ച് പ്രീതി അധികം കാണിക്കേണ്ട കാര്യമൊന്നുമില്ല, എന്നാലും എന്നോട് ഞാൻ ചെയ്തുവല്ലോ എന്നൊക്കെ പറഞ്ഞു. അതിനൊക്കെ രാമൻ മറുപടിയായിട്ട് പറഞ്ഞു, നീ എന്താ ചെയ്തത്? ആ സഹോദര ഭാര്യയെ സുഗ്രീവ ഭാര്യാവഴകിനോട് രുമം കേൾ നിനക്കാക്കി വെച്ചാൽ ഇന്നോളം പുണ്യകർമ്മങ്ങൾ ഒരു പഴുതാഹന്ത ചെയ്തില്ല ഭൂമോ. ഇത്ര അപകടങ്ങൾ ഒരാൾ ചെയ്തിട്ടില്ല ഈ ഭൂമിയിൽ. അപ്പം അതൊക്കെ ചെയ്തുകൊണ്ടാണ് ഞാൻ വധിച്ചതെന്നൊക്കെ രാമൻ പറയുകയും ചെയ്തു. ഏതായാലും രാമായണത്തിൽ വാൽമീകി പറയുന്ന ന്യായങ്ങളൊക്കെ ഇവിടെയും ചമ്പുകാരനും എടുത്തിട്ടുണ്ട്. തിന്മാനല്ലേഷ കൊന്നു കവിപരിപൃഢ. ഇനി എൻ്റെ മാംസം തിന്നാൻ കൊള്ളില്ല എന്നൊക്കെ വാരി പറഞ്ഞിട്ടുണ്ട്. അതിന് മറുപടിയായി രാമൻ പറഞ്ഞു, തിന്നാൻ വേണ്ടിയിട്ടല്ല, നിനക്ക് ശിക്ഷയായിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് അതിനി ഏതായാലും ഭാര്യ സമാശ്വസിച്ചു. അപ്പോഴേ താര അവിടെ എത്തി. താരയും രാമനോട് പരാതി പരിഭവമൊക്കെ പറഞ്ഞു. എന്നെയും ആ അസ്ത്രങ്ങൾ കൊണ്ട് വധിച്ചേക്കൂ എന്ന് പറഞ്ഞു. ഇവരൊക്കെ കൊല്ലുന്ന അങ്ങേക്ക് എന്നെ കൊല്ലാൻ വിഷമമൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞു. കാരുണ്യം നിരവധി അവത്തവ പ്രസിദ്ധം. അങ്ങയുടെ കാരുണ്യമൊക്കെ യഥാർത്ഥത്തിൽ വളരെ കേമാണ്, പ്രസിദ്ധമാണ്. അങ്ങനെ എനിക്ക് എന്നെ മാത്രം ഈ ലോകത്തിൽ വെച്ചിരിക്കുന്നത് ശരിയല്ല. ഞാനതുകൊണ്ട് നാഹം സുഖേതു തനയാന ച സപ്തശാലീ ബാലീന ച ത്രിഭുവന പ്രഥിത പ്രഭാവ. ഞാൻ ബാലിയല്ല, ഞാൻ
സപ്തസാരങ്ങളല്ല, അതിനേക്കാൾ നിസ്സാരയാണ് ഞാൻ എന്നർത്ഥം. അതുകൊണ്ട് എന്നെ കൊല്ലാൻ എനിക്ക് വിഷമമൊന്നുമില്ലല്ലോ എന്നാണ് താര പറയുന്നത്. ആയുധം ചോദിച്ച് എന്നെയും കൊന്നേക്കുമെന്ന് പറഞ്ഞു. ഏതായാലും ഇങ്ങനെ പരിഭവങ്ങളും അങ്ങോട്ടുള്ള വാഗ്വാദങ്ങളും കഴിഞ്ഞു. ബാലി ഏറെക്കുറെ അവശനായി തീർന്നു. ബാലി സുഗ്രീവനെയും അംഗദനെയൊക്കെ അടുത്ത് വിളിച്ചിട്ട് അവസാനമായ സന്ദേശങ്ങളൊക്കെ കൊടുത്തു. അതൊക്കെ വാൽമീകി പറയുന്നത് പോലെ ചമ്പുകാരനെ സ്വീകരിച്ചിട്ടുണ്ട്. നമ്മൾ അധ്യാത്മമായത് കണ്ടു. ബാലി അവസാനം പറഞ്ഞ ഈ വാക്കുകളോ സുഗ്രീവന് തൻ്റെ കഴുത്തിലുള്ള മാല എടുത്തു കൊടുക്കുന്നതോ അംഗദനോട് സുഗ്രീവനെ അനുസരിക്കണമെന്ന് ഉപദേശിക്കുന്നതൊന്നും അധ്യാത്മമാണ് കാര്യമായിട്ട് പറഞ്ഞിട്ടില്ല. ചമ്പുകാരൻ അതൊക്കെ വിശദമായിട്ട് തന്നെ പറയുന്നുണ്ട്. ബാലി സുഗ്രീവനെ അടുത്ത് വിളിച്ചിട്ട് പറയുന്നുണ്ട്, ഇത്തം വാചാ പറഞ്ഞെന്ത് എന്നൊക്കെ പറഞ്ഞു. ജപ്തോ ഞാൻ ഇത്ര നാളും പിഴകൾ പലവു ചെയ്തിടിനേന്നിതെല്ലാം ചിത്തെ വെച്ചിടല നീ കവിവര. സുഗ്രീവ, ഞാനെൻ്റെ അഹങ്കാരം കൊണ്ടും അറിവില്ലായ്മ കൊണ്ടൊക്കെ ധാരാളം തെറ്റൊക്കെ ചെയ്തു. അതൊന്നും നീ മനസ്സിൽ കൊണ്ടു നടക്കരുത്. അവസാനം മരിക്കാറാകുമ്പോൾ അവന് സൗഹൃദ സുഗ്രീവ നീയുമായങ്ങ് അമിതര സമിതിപ്പൻ നമുക്കൊട്ട് ഭാഗ്യം. അത് വാൽമീകി പറഞ്ഞ ആശയം തന്നെയാണ്. സുഗ്രീവനോട് പറഞ്ഞു, നമ്മൾ തമ്മിൽ സുഖമായിരിക്കുക, നമ്മൾ ദൈവവിധി ഉണ്ടായില്ല, അതുകൊണ്ടൊക്കെ ചെയ്തു. ഏതായാലും നീ അതൊക്കെ മറന്നിട്ട് ഇവിടെ വിശേഷമായിട്ട് പറയുന്നത് ഹനുമാനോടും ബാലി ചില നിർദ്ദേശം കൊടുത്തു എന്നാണ്. ഹനുമാനോട് ബാലി പറഞ്ഞു, ഈ സുഗ്രീവനെ കൊണ്ട് വേണ്ടതൊക്കെ ചെയ്യിക്കണം, രാമനോട് ചെയ്ത പ്രതിജ്ഞ പാലിക്കത്തക്ക രീതിയിൽ സുഗ്രീവനെ പ്രേരിപ്പിക്കണം എന്നൊക്കെ പറയുകയും ചെയ്തു. എന്നാൽ എന്നനുജന്നു തനയനും വൻമിത്രമായി നിന്നുകൊണ്ടിന്ന് ആധന്യ രഘുത്തമന് തുണയായി നിൽക്കേണമേ വീര നീ ഒക്കെയാണ് ഹനുമാനോട് പറഞ്ഞ വാക്ക്. എൻ്റെ പുത്രനായ അംഗദനും ഈ സുഗ്രീവനും നീ വേണ്ട പോലെ മിത്രമായി നിന്നിട്ട് വേണ്ടതൊക്കെ ഉപദേശിക്കണം, വേണ്ടതൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ തൻ്റെ ജീവൻ ആ ശരീരത്തിൽ നിന്ന് വിട്ടുപോകാണെന്ന് കണ്ടപ്പോൾ അദ്ദേഹം തൻ്റെ മാല എടുത്തിട്ട് സുഗ്രീവന് കൊടുത്തു. അതൊക്കെ സ്ഥിതി പറഞ്ഞിട്ടുണ്ട്. കിട്ടുന്നവൾക്ക എന്നിട്ട് പറഞ്ഞു, നിർണയന്തൽ ക്ഷണ ഉരിത്യവും വാർത്തുകൊള്ളേണമേ പരമിതി സുതനോടും പറഞ്ഞന്തരാ ഹന്ത സുഗ്രീവ നീ കേൾക്ക മദ്വാക്യമീ ഞാൻ പുരാ ചെയ്ത ദോഷങ്ങൾ നിന്നുള്ളിൽ വെച്ച് വീണ്ടും വീണ്ടും പറഞ്ഞു, ഞാൻ പണ്ട് ചെയ്തു മനസ്സിൽ കൊണ്ട് നടക്കരുത്, വൈരമുണ്ടാകൂല. മകനെ വിളിച്ചിട്ട് പറഞ്ഞു. എന്നിട്ട് അവസാനമായിട്ട് ആ സുഗ്രീവനെ അംഗദനൊക്കെ സാക്ഷാൽ രാമനെ തന്നെ ഏൽപ്പിച്ചു ബാലിന്ന് കൂടി ചമ്പുകാരൻ പറയുന്നുണ്ട്. നാഥാകേൾ പാലയിതാ അവരജതനയാവെന്ന് ചൊല്ലി തദാനീമേതൗ ദൗർഭ്യം ഗൃഹീത്വാ സ്വയം അവനിവതേരർപ്പയൻ പാണിപത്നേ. എൻ്റെ അനുജനെ, എൻ്റെ മകനെയൊക്കെ അങ്ങ് എന്നെ അവളുടെ പോലെ കാത്തുരക്ഷിക്കണേന്ന് പറഞ്ഞ് അവരെ കൈകൊണ്ട് സ്പർശിച്ചിട്ട് രാമന് സമർപ്പിച്ചു എന്നാണ്. യാഥാവേഗം പറഞ്ഞാൻ കവികുലവിരുമാൾ സംസ്പൃശൻ പാണിനാഥം. ജീവൻ പോകാനായ വാലി വളവെത്തതൊക്കെ പറഞ്ഞിട്ട് അവർ രണ്ടുപേരെയും കൈകളെ കൊണ്ട് സ്പർശിച്ചു. അങ്ങനെയാണ് വാലിയുടെ അവസാന നിമിഷങ്ങളുണ്ടായെന്നാണ്. അവസാനം വാലി എന്ത് ചെയ്തു? ദിവ്യപ്രഭാതത്തോടു കൂടിയ മാല കൊടുത്ത് നേരത്തെ പറഞ്ഞു, അതൊന്ന് വിസ്തരിച്ച് പറയുകയും ചെയ്തു. സുഗ്രീവാഗൃഹ്യതാം, ഈ മാല സ്വീകരിച്ചോളൂ, ഇത് എൻ്റെ ജീവൻ പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ യോഗ്യതകളൊക്കെ ഇല്ലാതാവും എന്ന് പറഞ്ഞ് ആ വാലി സുഗ്രീവന് ചാർത്തി കൊടുത്തു. അന്നേരം ഘോരഘോരം മരുവിനചരമശ്വാസവൻ, മരണത്തോടെടുക്കുന്ന അദ്ദേഹം കണ്ണു രണ്ടും ഖിന്നോ മേന്മേൽ വിഴിച്ച് അങ്ങുടൽ അഖിലവിടും തീർത്ത് ആ സൂര്യക്കും ദശായം. അവസാന ശ്വാസം വലിക്കാറായി ആ വാലി സ്വർഗം പ്രാപിച്ചു എന്ന് തന്നെയാണ് കവി പറയുന്നത്. വീരാണം വീരനായി വാണവനിയിൽ മുഴുവൻ വാലി എന്നുള്ള കീർത്തിം വാരം വാരം വളർത്ത്. ആ വീരനായിട്ട് ഈ ലോകത്ത് ജീവിക്കുകയും വാലി എന്ന പേരോട് കൂടിയിട്ട് കീർത്തിമാനായിരിക്കുന്ന ആ വാലി നാഗലോകം പ്രഭേദേ, സ്വർഗം തന്നെ പ്രാപിച്ചു. ഇങ്ങനെയാണ് ആ ബാലിവധ പ്രകരണം. അപ്പോൾ കാര്യമായിട്ട് വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടില്ല, കുറച്ചുകൂടി വിസ്തരിച്ച് വർണ്ണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ഈ ചമ്പു രാമായണത്തിൽ. ഇനി തുളസീദാസ് രാമായണത്തിലെയും കമ്പരാമായണത്തിലെയും ബാലിവധ പ്രകരണം കൂടി താരതമ്യം ചെയ്തിട്ട് നമുക്ക് വാൽമീകി രാമായണത്തേക്ക് മടങ്ങിയിട്ട് ബാക്കി കഥാഭാഗങ്ങളൊക്കെ കേൾക്കാം. തൽക്കാലം ഇന്നത്തെ പ്രഭാഷണം ഇവിടെ സമാപിപ്പിക്കുകയാണ്. നമസ്കാരം.